ഹലോ ഗെയ്സ്, ജോസ്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചുന്തിരിയായിട്ട് എവിടെ പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതെ, ഞാനൊരു പർച്ചേസിങ്ങിന് പോവുകയാണ്. ടി നഗർ വരെ. ചേട്ടനുണ്ട്. അങ്ങനെ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വരുന്നത് കാണുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ ചേട്ടൻ വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടി നഗറിലേക്ക് പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അവനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവന് വേണ്ടി ഒരു ബ്യൂറോ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ബ്യൂറോ വാങ്ങിക്കാമെന്ന് കരുതി. കൂടാതെ എനിക്ക് എൻ്റെ ചെയിനിൻ്റെ ഹൂക്ക് പൊട്ടിയായിരുന്നു. ഹൂക്കൊന്ന് വേറൊരു ഹൂക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ 2 സ്ഥലങ്ങളിലായിട്ടാണ് പോകേണ്ടത്. എപ്പോൾ തിരിച്ചെത്തുന്ന അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം ടി നഗർ എത്താറായി. പോത്തീസ് വഴിയാണ് ടി നഗറിൽ പോകുന്നത്. അപ്പോൾ ശരവണ സ്റ്റോഴ്സ് ഇതിന് മുൻപ് ചേട്ടൻ വന്നായിരുന്നു. ഇവിടെ നിറയെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ശരവണ സ്റ്റോഴ്സ് ഫർണിച്ചർ ആൻഡ് അപ്ലയൻസിലാണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവിടെ ഇഷ്ടംപോലെ കിച്ചൺ ഐറ്റംസായ മിക്സി, ഗ്രൈൻഡർ, സ്റ്റൗ, കുക്ക്, നല്ല വെറൈറ്റീസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിലാണ് ഫർണിച്ചേഴ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ നിറയെ ചെയേഴ്സും, അതായത് വാൾഡ്രോബ്സും, അതും പിന്നെ അൽമാരയും, ബ്യൂറോസ്, പിന്നെ നമ്മളെ ഷൂസൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്സുകൾ, അതുപോലെ എനിക്ക് മിററുള്ള ഈ ബ്യൂറോ വേണമെന്നായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പം ഞങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു. ഡിസൈന് മാറ്റണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തൊക്കെ കണ്ടാൽ ഞാൻ ചെറുതായിട്ട് അതിലേക്ക് പോകും. അപ്പം ഞങ്ങളത് ബില്ലടക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നു. താഴെ ഇതൊക്കെയാണ് ബാഗും ചവിട്ടികളും, മാറ്റ്, അങ്ങനെ കിച്ചൺ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ഇതൊക്കെ വാങ്ങിച്ച്, മാറ്റും വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി അടുത്തത് ഞങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നത് മലബാർ ഗോൾഡിലാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ട്രാഫിക് പെട്ടു. നല്ല വെയിലായിരുന്നു, കട്ട വെയിലായിരുന്നു. ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ തിരിച്ചു പോയി പിന്നെ അതിനായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമല്ലേ അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ തന്നെ പോകാൻ തന്നെ തീരുമാനിച്ച്. ഫുഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു, പോയിട്ട് വേണം വെക്കാൻ. ഫിഷൊക്കെ മേടിച്ചായിരുന്നു ചേട്ടൻ. അപ്പോൾ ഏകദേശം ഞങ്ങൾ മലബാറിലെത്തി. അവിടെ നിറയെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ലോക്കറ്റാണ്. എൻ്റെ ഐറ്റം ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റേത് കൊളുത്തി പൊട്ടിയത്. അപ്പോൾ അവിടെ ഡയമണ്ട്സിൻ്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു നാട്ടിലെ പോലെ തന്നെ ഏകദേശം നല്ലൊരിത്. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു വെള്ളീൻ്റെ മോതിരം മേടിച്ചായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചേട്ടൻ ബില്ലടക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. ബില്ലടച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സാധാരണ ഞാനും മോനും അധികം പോവാറ് ടി നഗർ പർച്ചേസിങ്ങിന്. ഇപ്പോൾ ഇത് ബ്യൂറോൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ചേട്ടനെ കൂടെ കൂട്ടിയതാണ്. ഇത് ഞങ്ങളിപ്പോൾ സെയ്താപ്പേട്ട് ബ്രിഡ്ജ് അവിടെ എത്തി. ഈ ബ്രിഡ്ജിന് കുറച്ച് മാറിയിട്ട് ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ മിനിസ്റ്ററിലെ സ്റ്റാലിൻ വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത ഹോസ്പിറ്റലാണ്. വലിയൊരു ഹോസ്പിറ്റലാണ്, കലൈഞ്ചർ ഹോസ്പിറ്റലാണിത്. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. ഇവിടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമുക്ക് അസുഖമായല്ലോ നമ്മളിവിടെ കയറാറ്. അതുകൊണ്ട് ചുമ്മാ ഈ ഗേറ്റും ഇതൊക്കെ കണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല. അതിൻ്റെ രോഗം വന്നാലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഗിണ്ടി എത്തി, അടുക്കാറായി. അങ്ങനെ ഇവരെ ഓഫീസിൻ്റെ അടുത്ത് എത്താറായി. പോയിട്ട് പോകണം ഫുഡൊക്കെ വെക്കാൻ. ഫിഷ് വാങ്ങിച്ചായിരുന്നു രാവിലെ മാർക്കറ്റിൽ പോയിട്ട് ചേട്ടൻ. നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ പക്കത്തെത്തി. ഗേറ്റിന് പക്കത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. ഇവരുടെ സ്റ്റുഡൻസാണ്. അങ്ങനെ ഞങ്ങൾ ഓഫീസാണിത്. ഇതവരുടെ ഓഫീസ്. വലിയൊരു ഓഫീസാണ്, NSTI. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്, ഞങ്ങളുടെ സ്വർഗം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ. എനിക്ക് മടിയാണ്. എവിടെയും പോയി
പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കി. നല്ല മടിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്ത് പോയി തിരിച്ച് വരുമ്പോൾ? അതിന് മുമ്പേ ഫുഡ് ഉണ്ടാക്കിയ കുഴപ്പമില്ലായിരുന്നു. അതിന് വന്ന് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ എൻ്റെ മോതിരം കാണിക്കാം. ഞാൻ വാങ്ങിച്ച മോതിരം ഇത് ആദ്യത്തെ മോതിരമാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ച മോതിരം, സിൽവറിൻ്റെ മോതിരം. എനിക്ക് സിൽവറിൻ്റെ മോതിരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടെ ഇട്ടിട്ട് ഞാൻ അപ്പോൾ കുറേ കാത്തിരുന്നതിന് ശേഷം എനിക്ക് നമ്മുടെ ബ്യൂറോ കിട്ടി കേട്ടോ. നല്ല സന്തോഷത്തിലാണ്. അവനത് ഓപ്പൺ ചെയ്യാണ്. ഇത് 2 ദിവസം എടുത്തു. അവർ പറഞ്ഞു അത് ഡിസൈൻ മാറ്റുന്നതുകൊണ്ട് അവർ പറഞ്ഞു 2 ദിവസം എടുക്കും, അതിന് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ഒരു 6:30 അങ്ങനെ ആകുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. ഏകദേശം 6000 അതിന് സംതിങ് ആയി. അവന് ഭയങ്കര ഇഷ്ടമായി. അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനാണ്, അതാണ് ഇതാണ്. അവൻ്റെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുമ്പോൾ എല്ലാം ചന്നം ഭിന്നം വാരി അങ്ങും ഇടുന്നത് കൊണ്ട് ഞാൻ തന്നെ അവനോട് പറഞ്ഞത് ഒരു അൽമാര വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ അവന് ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അവൻ ഡോർ ഓപ്പൺ ചെയ്തു. 4 ഷെൽഫും പിന്നെ ഒരു ഡ്രോയറും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ അതിൽ കൈ വെച്ചപ്പം പറഞ്ഞു കൂളിംഗ് ഉണ്ട്, AC വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു, സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.